Good morning, students. We are going to discuss about the topic factors affecting linkage. In this class, we will discuss what are the factors that affect the degree of linkage between genes. So, there are mainly 7 factors that affects the linkage. They are distance between genes, age, temperature, radiation, sex, chemicals, and nutrition. So the degree of linkage between the genes are affected by how many factors? 7 factors. They are distance between genes, age, temperature, radiation, sex, chemicals, and nutrition. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ രണ്ട് ജീൻസ് തമ്മിലുള്ള ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ 7 ഫാക്ടേഴ്സാണ് ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ഒന്നാമത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്, അതായത് രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. രണ്ടാമത്തത് ഏജ്. മൂന്നാമത്തത് ടെമ്പറേച്ചർ. നാലാമത്തത് റേഡിയേഷൻ. അഞ്ചാമത്തത് സെക്സ്. ആറാമത്തത് കെമിക്കൽസ്. ഏഴാമത്തത് ന്യൂട്രീഷൻ. So let's discuss about each of the every factors in detail. So the first factor that affect the linkage is the distance between genes. So the distance between two genes is very important for determining the linkage. The distance between two genes is inversely proportional to the strength of the linkage. So as the distance between two genes increases, the linkage decreases. As the distance between two genes decreases, the linkage increases. So the opposite happens in the case of crossing over. As the crossing over is directly proportional to the distance between genes. As the crossing over is directly proportional to the distance between the gene, the crossing over increases as the distance between the two genes increases. So the two main factors you have to remember in this part is that the linkage is inversely proportional to the distance between two genes, whereas the crossing over is directly proportional to the distance between two genes. Inversely proportional means as the distance between two genes increases, the linkage decreases. So or vice versa, as the distance between two genes decreases, the linkage increases. But the crossing over is directly proportional to the distance between two genes. That is, as the distance between the two genes increases, crossing over increases. As the distance between two genes decreases, the crossing over increases. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടറാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് ജീൻസുകളിടയിലുള്ള ഡിസ്റ്റൻസ് ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്കേജ് എങ്ങനെയാണ് ഡിസ്റ്റൻസിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ്. അപ്പം ലിങ്കേജ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ്, വേറാസ് ക്രോസിംഗ് ഓവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ്. അതായത് രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ ലിങ്കേജ് കൂടും. രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ലിങ്കേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻ. അപ്പോൾ രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ലിങ്കേജ് കുറയും. അപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ ലിങ്കേജ് കൂടും. പക്ഷേ ക്രോസിംഗ് ഓവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ്. അതായത് രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ ക്രോസിംഗ് ഓവർ കൂടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഒന്ന്, ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസും. രണ്ടാമത്തത്, ക്രോസിംഗ് ഓവർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ടിൽ. സെക്കൻഡ് ഫാക്ടർ വിച്ച് അഫക്ട്സ് ദി ലിങ്കേജ് ഈസ് ദി ഏജ്. ആസ് ദി ഏജ് ഇൻക്രീസസ്, ക്രോസിംഗ് ഓവർ ഡിക്രീസസ്, ദാറ്റ് ഈസ് ലിങ്കേജ് ഇൻക്രീസസ്. അപ്പോൾ ലിങ്കേജും ക്രോസിംഗ് ഓവറും
ഓപ്പോസിറ്റ് ആണ്. അതായത് ലിങ്കേജ് കൂടുമ്പോൾ ക്രോസിംഗ് ഓവർ കുറയും, ക്രോസിംഗ് ഓവർ കൂടുമ്പോൾ ലിങ്കേജ് കുറയും. അപ്പോൾ ഏജ് കൂടുമ്പോൾ എന്താണ് കൂടുക? ക്രോസിംഗ് ഓവർ കുറയാണ് ചെയ്യുക, ലിങ്കേജ് കൂടും. സോ വാട്ട് ഈസ് ദി റീസൺ ബിറ്റ്വീൻ ദി ഇൻക്രീസിങ് ദി ലിങ്കേജ് വിത്ത് ദി ഏജ്? Because as we get older and older, the distance between the two genes reduces, increasing the linkage. ഇപ്പോൾ വയസ്സ് കൂടുന്തോറും ക്രോസിംഗ് ഓവർ കുറയും, അതേസമയം ലിങ്കേജ് കൂടും. അപ്പോൾ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ജീൻസ് തമ്മിലുള്ള ലിങ്കേജ് കൂടാനുള്ള കാരണം എന്താണ്? അതായത് പ്രായം കൂടുന്തോറും ജീൻസുകളുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ ലിങ്കേജ് കൂടുകയാണ് ചെയ്യുക, ക്രോസിംഗ് ഓവർ കുറയും. അപ്പോൾ ഏജിന് ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ലിങ്കേജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ. അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മുടെ ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് കൂടും? സ്വാഭാവികമായിട്ടും ലിങ്കേജ് കൂടും. അപ്പോൾ ലിങ്കേജ് കൂടുമ്പോൾ എന്ത് കുറയും? ക്രോസിംഗ് ഓവർ കുറയും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. അപ്പോൾ ഏജ് കൂടുന്തോറും ലിങ്കേജ് കൂടും, ക്രോസിംഗ് ഓവർ കുറയും. ലിങ്കേജ് കൂടാനുള്ള കാരണം ആ ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതാണ് പ്രായം കൂടുന്തോറും എന്നതാണ്. സോ ദി തേർഡ് ഫാക്ടർ ഇസ് ടെമ്പറേച്ചർ. If the temperature increases, crossing over increases. The temperature leads to the increase in the distance between the genes, thus it will increase the crossing over. So when the temperature increases, the crossing over increases. How it is done, or how the temperature affects the crossing over? Because as the temperature increases, the distance between the two genes increases, which increases the crossing over, whereas it decreases the linkage. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ലിങ്കേജിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്തോറും രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടും. അതെന്ത് കൂട്ടും? ക്രോസിംഗ് ഓവർ കൂട്ടും. അപ്പോൾ ക്രോസിംഗ് ഓവറാണ് ഇവിടെ കൂടുന്നത്, അപ്പോൾ ലിങ്കേജ് കുറയും. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്തോറും രണ്ട് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടും. അത് എന്തിൻ്റെ ഇൻക്രീസിന് കാരണമാവും? ക്രോസിംഗ് ഓവറിൻ്റെ ഇൻക്രീസിന് കാരണമാവും, ലിങ്കേജ് കുറയ്ക്കും. Fourth factor is the radiation. The radiation such as X-rays and gamma rays increases crossing over and decreases linkage. അപ്പോൾ നാലാമത്തെ ഫാക്ടർ, അത് ലിങ്കേജിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന നാലാമത്തെ ഫാക്ടറാണ് റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷൻ, അതായത് എക്സ്റേസ്, ഗാമ റേസ് പോലെയുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യും? ലിങ്കേജ് കൂട്ടും. അതേസമയം അവരെന്ത് ചെയ്യും? എക്സ്റേസ്, ഗാമ റേസ് പോലെയുള്ള റേഡിയേഷൻസ് ക്രോസിംഗ് ഓവർ കൂട്ടും. അപ്പോൾ ക്രോസിംഗ് ഓവർ കൂടുമ്പോൾ ലിങ്കേജ് കുറയുകയാണ് ചെയ്യുക. നെക്സ്റ്റ് സെക്സ്. സോ ദർ ഇസ് എ ടെൻഡൻസി ഓഫ് റിഡക്ഷൻ ഓഫ് ക്രോസിംഗ് ഓവർ ഓർ ഇൻക്രീസ്ഡ് ലിങ്കേജ് ഇൻ മെയിൽ മാമൽസ്. അപ്പോൾ മെയിൽസിൽ ലിങ്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ കൂടുതൽ ലിങ്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഫീമെയിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ? മെയിൽസിലാണ് കൂടുതൽ. അപ്പോൾ സെക്സും ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ലിങ്കേജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആർക്കാണ് കൂടുതലായിട്ട് ലിങ്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ? മെയിൽസിനാണ് ലിങ്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ, ഫീമെയിൽസിനെ കാണും. നെക്സ്റ്റ് കെമിക്കൽസ്. ദി കെമിക്കൽസ് സച്ച് ആസ് ആക്ടിനോമൈസിൻ ഡി such as antinomycin D promote crossing over, decreasing linkage. ഇപ്പോൾ ചില കെമിക്കൽസ് ഉണ്ട്, ലൈക്ക് ആൻറ്റിനോമൈസിൻ ഡി. ഇതെന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ കൂടും. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്രോസിംഗ് ഓവർ കൂടുമ്പോൾ നാച്ചുറലി ലിങ്കേജ് കുറയും. സെവൻത്ത് ഫാക്ടർ ഇസ് ദി ന്യൂട്രീഷൻ. ദി മാൽ ന്യൂട്രീഷൻ ലീഡ്സ് ടു എൻ ഇൻക്രീസ് ചാൻസ് ഓഫ് മ്യൂട്ടേഷൻസ് ലൈക്ക് മീത്തൈലേഷൻ, ഇൻക്രീസിങ് ക്രോസിംഗ് ഓവർ, ദസ് ഡിക്രീസിങ് ലിങ്കേജ്. ഇപ്പോൾ ന്യൂട്രിയൻസ് കുറവായ കണ്ടീഷൻ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂട്ടും. മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ കൂടും. അപ്പോൾ ക്രോസിംഗ് ഓവർ കൂടിയാൽ നിങ്ങൾക്ക് അറിയാം, നാച്ചുറലി ക്രോസിംഗ് ഓവർ കൂടുമ്പോൾ ലിങ്കേജ് കുറയും. അപ്പോൾ ഇതാണ് ലിങ്കേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടറായിരുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്. അപ്പോൾ ജീൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ലിങ്കേജ് കൂടും. അപ്പോൾ
linkage is inversely proportional to the distance between gene, and linkage is crossing over is directly proportional to the distance between the gene. അതായിരുന്നു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഏജ്, അതായത് ഏജ് കൂടുന്തോറും ജീൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയും, അപ്പോൾ ലിങ്കേജ് കൂടും. ടെമ്പറേച്ചർ കൂടുന്തോറും ജീൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടും, അപ്പോൾ ലിങ്കേജ് കുറയും, ക്രോസിംഗ് ഓവർ കൂടും. റേഡിയേഷൻ കാരണം ക്രോസിംഗ് ഓവർ കൂടും, അപ്പോൾ ലിങ്കേജ് കുറയും. മെയിൽസിൽ കൂടുതൽ ലിങ്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫീമെയിൽസിനെ കാട്ടും. പിന്നെ കെമിക്കൽസ് ക്രോസിംഗ് ഓവർ കൂട്ടും, ലിങ്കേജ് കുറയ്ക്കും. ന്യൂട്രീഷൻ, അതായത് മാൽ ന്യൂട്രീഷൻ കാരണം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ക്രോസിംഗ് ഓവർ കൂട്ടും, ലിങ്കേജ് കുറയ്ക്കും. ഇതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലിങ്കേജ്. 7 ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചത്. താങ്ക് യു.